മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ചു. അവരുടെ കന്യാകുചാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹില എന്നും ഇളയവൾക്ക് ഒഹിലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമര്യയും ഒഹോലീബ എന്നത് യെരൂശലേമും ആകുന്നു. എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. അവൾ ധൂമ്രവസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശ്ശൂര്യ ജാരന്മാരെ മോഹിച്ചു. അശ്ശൂര്യ ശ്രേഷ്ഠന്മാരായവരോട് ഒക്കെയും തന്റെ വേശ്യവിദ്യകളെ ചെലവഴിച്ചു. താൻ മോഹിച്ചു പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെക്കൊണ്ടും തന്നെത്താൻ മലിനയാക്കി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടുകൂടെ ശയിച്ചു. അവളുടെ കന്യാകുചാഗ്രം ഞെക്കി. തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കൈയിൽ, അവൾ മോഹിച്ചിരുന്ന അശ്ശൂര്യരുടെ കൈയിൽ തന്നെ ഏൽപ്പിച്ചു. അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി. അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾകൊണ്ട് കൊല്ലുകയും ചെയ്തു. അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു. എന്നാൽ അവളുടെ സഹോദരിയായ ഒഹിലീബ ഇത് കണ്ടിട്ടും തന്റെ കാമവികാരത്തിൽ അവളെക്കാളും തന്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യാവൃത്തിയെക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു. മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശ്ശൂര്യരെ മോഹിച്ചു. അവളും തന്നെത്താൻ മലിനയാക്കിയെന്ന് ഞാൻ കണ്ടു. ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായല്യം കൊണ്ട് എഴുതിയ കൽദയരുടെ ചിത്രങ്ങളെ കൽദയദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. കൽദയദേശത്തിലേക്കു അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്ന് പരസംഗം കൊണ്ട് അവളെ മലിനയാക്കി. അവൾ അവരാൽ മലിനയായി തീർന്നു. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തന്റെ പരസംഗം വെളിപ്പെടുത്തി തന്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. എന്നിട്ടും അവൾ മിസ്രയീം ദേശത്ത് വെച്ച് പരസംഗം ചെയ്ത തന്റെ യൗവനകാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവും ഉള്ള ജാരന്മാരെ അവൾ മോഹിച്ചു. ഇങ്ങനെ നിന്റെ